കോഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലല്ല ഇപ്പോൾ. 99% കോഡ് എനെ കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ കോഡ് ചെയ്യാറില്ല. പിന്നെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ കോഡിങ്. ആസ് ലോങ് ആസ് എ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, എ കൺസിസ്റ്റന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒബ്സൊലീറ്റ് ആവത്തില്ല. ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട സംഭവങ്ങൾ 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. 99% ഓഫ് ടാസ്ക്സും ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഹയറിംഗ് എല്ലാം പോസ് ചെയ്തു, ഇനി ആരെയും ഹയർ ചെയ്യുന്നില്ല. കോഡ് എന്നുള്ളത് ഇനി അങ്ങോട്ട് ആർക്കാണെങ്കിലും ഉണ്ടാക്കാതെ ചീപ്പാണ്. ആർക്കും ചെയ്തൂടെ? ഇത്ര ലക്ഷങ്ങൾ എന്തിനാ അവർ തരുന്നത്? വേണ്ട വേണ്ട. ഹയറിംഗ് ഇന്റർവ്യൂല് ഇഷാമാണ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? വന്ന് ജോലി പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങണം. എന്നോട് ആരും ഡിഗ്രി എടുക്കാൻ പറയുന്നത് ഈ ഇൻകം പ്രൂഫ് കണ്ടിട്ട് ആരെങ്കിലും ഇത് ഞെട്ടിയ സംഭവം വേറെ എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. 1-2 ലക്ഷം റുപ്യ മാസം സാലറി മേടിക്കുന്ന ആൾക്കാരാണ്. കോളേജ് പോകേണ്ട, റൊമാൻസ് എടുക്കണ്ട. സെലിബ്രിറ്റി ക്രഷ് പോയാ ഹേ ഒരുവൻ, നമ്മൾ ഇന്ന് കുറച്ച് +2കാര് ഒരുമിച്ചിരുന്ന് ഒരു വെറൈറ്റി പോഡ്കാസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ കപ്പിത്താലായ നിഖിൽ കിളിവായിൽ സാർ. എന്നെ +2 കാറ്റഗറിക്ക് അടിച്ചു താഴ്ത്തിയതാണ്. +2 സപ്ലൈ ആയിട്ടിരിക്കുന്ന നമ്മളെ സാർ. ഇന്ന് 4 +2കാരാണ് എന്റെ കൂടെ ഉള്ളത്. 4 അല്ല, ഞാൻ കൂട്ടി 5 പേരുണ്ട്. ഈ 4 പേരും വെറും സാധാരണക്കാരല്ല, 4 പുലിക്കുട്ടികളാണ്. IIT-കാർ പോലും ഞെട്ടുന്ന രീതിയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന +2കാരാണ്. ഇന്ന് പലരും ഡിഗ്രി വേണം, PG വേണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ 4 ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യുക, നിങ്ങൾ കാണേണ്ട ആൾക്കാരാണ്. ഈ 4 അല്ല, ഇതുപോലെ 600-ലേറെ ആൾക്കാർ പ്രോ ക്യാമ്പിലുണ്ട്. അതിൽ 4 ആൾക്കാരാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. നമുക്ക് ചോദിക്കാം, കുറച്ചു നേരം സംസാരിക്കാം. സോ വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. പിന്നെ ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ 4 പേര് ഓൾറെഡി ഇന്റർവ്യൂസും കാര്യങ്ങളായിട്ട് വന്ന ആൾക്കാരാണ്. എന്റെ പോഡ്കാസ്റ്റ് ലിങ്കുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വലി തന്നെ നമ്മളൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് എല്ലാവരുടെയും. അപ്പൊ അത് നിങ്ങൾ വാച്ച് ചെയ്യാം. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ ഇവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇന്ന് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ല. AI വന്നതിന് ശേഷമുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. നിങ്ങളെ ഞെട്ടിച്ചേരാം. ഫസ്റ്റ് തന്നെ ഇസാമിലോട്ട് പോവാം. ഇസാം പണ്ട് ഇവിടെ വന്നപ്പോ ഇൻട്രോവേർട്ട് ആയിട്ടും എന്താ പറയാ ഇൻവെർട്ടർ ആയിട്ടും ഇന്ന് എക്സ്ട്രോവേർട്ട് ആയിട്ട് മാറിയിട്ടുള്ള ആളാണ് അല്ലെ? ഫുൾ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പറ അവനെ കുറിച്ച് എന്താ? അവന്റെ മാറ്റം ഭയങ്കരമാണല്ലോ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇൻവെർട്ടറിൽ നിന്ന് എക്സ്ട്രോവേർട്ടിലോട്ട് പോയതാണ്. എന്റെ പല പരിപാടികളുണ്ട്. വണ്ടർലേ പോയിട്ട് ചെറിയ കുട്ടികളെ റൈഡില് ചോദിച്ചു വാങ്ങി കയറുക, മിൽക്ക് ഷേക്കിന്റെ കടയിൽ പോയിട്ട് ഇല്ലാത്ത സാധനങ്ങൾ ചോദിക്കുക. ഒരു പ്രത്യേക ജീവിതല്ലേ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് വെറുതെ റിജക്ഷൻ മേടിക്കാം. 4 സെന്റൻസിൽ അലന് ഒരു ഇപ്പത്തെ ബ്രോ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള 4 സെന്റൻസിൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്തു? പ്രോട്ടോടൈപ്പ് കഴിഞ്ഞു, ആദ്യം ഒരു ജോലിക്ക് കയറി, അവിടുന്ന് ഇറങ്ങി, അടുത്ത ജോലിക്ക് കയറി, സെയിം സാലറിയിൽ. എന്നിട്ട് ഇപ്പോ അവിടെ സെക്കൻഡ് ഇയർ ആയി. 2 വർഷമായി അവിടെ. 2 വർഷമായി. ഒരു 14 പേരെ ലീഡ് ചെയ്യുന്നുണ്ട്. എക്സാം വരാണെങ്കിൽ ടെക്കിൽ ഞാൻ ലീഡായി 1 ഇയർ കഴിഞ്ഞിട്ട് ലീഡിലോട്ട് വന്ന് ഞാൻ ML ആയിരുന്നു പഠിച്ചത്. അപ്പൊ അതിന്റെ പുറമെ ബാക്ക് എൻഡും പിന്നെ ഒരു മാനേജ്മെന്റ് അങ്ങനത്തെ ഇതിലൊക്കെ കുറച്ച് കയറി. ML ആയിരുന്നല്ലോ അവിടെ ചെയ്തത്. പിന്നെ കൂടുതൽ ലൈക്ക് ഓവറോൾ സിസ്റ്റം ലെവലിൽ നോക്കാൻ തുടങ്ങി. ജസ്റ്റ് ML മാത്രമല്ല, ട്രഡീഷണൽ ML മാറിയിട്ട് അത് ഒരു ട്രാൻസിഷൻ പോലെ ഉണ്ട്. പിന്നെ തേർഡ്, അപ്പാർട്ട് ഫ്രം ടെക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. പിന്നെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ഇഷാമിനെ കണക്ട് ചെയ്തത്. അപ്പോ ഞങ്ങൾ ഇങ്ങനെ കുറെ ട്രിപ്പുകൾ പോവാറുണ്ട്. വണ്ടർല, വേറെ എവിടെയൊക്കെ അല്ല അല്ല അത് മിഞ്ഞാന്ന് പോയതാ. അപ്പൊ അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മള് മെയിൻ ആയിട്ട് അഡ്വഞ്ചർ സാധനം. നമ്മള് ഹെലികോപ്റ്റർ പറത്താൻ പോവാ, ഫ്ലൈറ്റ് പറത്താൻ പോവാ, കുതിരമ്മ പോവാ. കുതിര അതായത് കുതിര അല്ല, സ്വന്തമായിട്ട് റൈഡ് ചെയ്യുന്ന സംഭവങ്ങള്. പിന്നെ ട്രക്കിങ്ങുകള്. പിന്നെ ഒരു ട്രക്കിംഗ് ആയിരുന്നു. രാവിലെ എണീറ്റ് മന്ത്രിമാരോട് ഓടാൻ പോകില്ലേ? അങ്ങനത്തെ ഓരോ ദിവസം ഓരോരുത്തരുടെ കൂടെ ആയിരിക്കും. പോലീസുകാരുടെ നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായിട്ട്. നിന്റെ 4 ഇത് പറഞ്ഞേ കേക്കട്ടെ. ആഫ്റ്റർ ബ്രോ ക്യാമ്പ് ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഒരു 1.25 വർഷം വർക്ക് ചെയ്തു. പിന്നെ ബോറടിച്ചു. അപ്പൊ നമ്മൾ റിസൈൻ ചെയ്തു. എന്നിട്ട് ഒരു 2-3 മാസം കട്ടക്കിരുന്ന് പഠിച്ചു. എന്നിട്ട് കുറച്ചും കൂടെ ഒരു കിഡിലൻ കമ്പനിയിൽ കയറി, നല്ല എഞ്ചിനീയറിംഗ് പ്രോബ്ലം ഉള്ള കമ്പനിയിൽ കയറി. ഇപ്പൊ നിലവിൽ അവിടെ പീസ്ഫുള്ളി കാര്യങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് കാര്യങ്ങള്, ടെക്കില് ഗ്രോത്ത് മൊത്തത്തില് സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിങ്ങള് വിചാരിക്കുന്ന പോലെ 1-2 ലക്ഷം റുപ്യ മാസം സാലറി മേടിക്കുന്ന ആൾക്കാരാണ്.
അപ്പൊ ഞാൻ അത് ചോദിക്കാം. എന്താണ് ലാസ്റ്റ് മന്തിലെ സാലറി പ്രധാനമായിട്ട് ചെയ്തത്? നമ്മള് വെളിപ്പെടുത്തൂല. ലാസ്റ്റ് മന്ത് സാലറിയില് എന്ത് ഉപയോഗിച്ചിട്ട് എന്താ വെറൈറ്റി ആയിട്ട് എന്താ ചെയ്ത്? വെറൈറ്റി ആയിട്ട് ലാസ്റ്റ് മന്ത് സാലറി എന്താ ചെയ്തത്? ഞാൻ എയർപോർട്ട്സ് മേടിച്ചായിരുന്നു. ലാസ്റ്റ് 6 മാസം സാലറിയിൽ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്ത്? ഞാൻ അങ്ങനെ സ്പെൻഡിങ് കുറവാണ് കൂടുതലും. ഇതേമാതിരി വണ്ടർലേക്കൊക്കെ അടുത്തൊരു ഇതിന് വലിയ സ്പെൻഡിങ് ഒന്നും ആവില്ല. അതിനും 2 വർഷത്തിലേക്ക് റിട്ടയർ ആവണമെന്നാണ്. അടുത്ത 2 വർഷത്തിൽ റിട്ടയർ ആവണം. എന്നിട്ടെങ്കിലും സോളോ ഔട്ട് ആയിരിക്കും. കാർഷിക ജീവിതത്തിലോട്ട് കടക്കാൻ പോകണം. വന്ന് ജോലി പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങണം, കുറച്ച് വെണ്ടയ്ക്ക, പയറ്, ഒരു 10 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളും തുടങ്ങാൻ അവിടെ. ശരിക്കുള്ള തന്നെയാണോ? ശരിക്കും ശരി. അഗ്രിടെക് നല്ലൊരു ഏരിയ തന്നെയാണ്. ശരിക്കും തന്നെ പ്ലാന് 2 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് റിട്ടയർഡ് ആവില്ല, ഇൻഡസ്ട്രി മാറാ. ഇൻഡസ്ട്രി മാറാ. ശരി. എന്താണ് ജോബിനെ ഇതേമാതിരി എന്തെങ്കിലും മാറ്റം ഉണ്ടാ? പ്രോട്ടോടൈപ്പിൽ നിന്ന് കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നിർത്തിയിട്ട് വല്ല പ്ലാനും ഉണ്ടാ? ഇപ്പൊ പ്ലാനൊന്നുമില്ല. ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണല്ലോ. അപ്പൊ അതെല്ലാവരിലോട്ട് എത്തിക്കണമെന്ന് എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് സാറന്ന് പാതിരാത്രിക്ക് വിളിച്ചത്. എനിക്ക് റീച്ച് ഓർമ്മ ചാനൽ പണ്ടൊക്കെ എന്റെ ബേസും എന്റെ തമ്മിലും ഇട്ട് കഴിഞ്ഞാല് 4 ആൾക്കാർ ക്ലിക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് ക്ലിക്കില്ല. ഞാൻ പഴയ സാധനം അടിച്ചോണ്ടിരിക്കുന്നത്. നിനക്കാണ് ഫുൾ റീച്ച് പോണത്. നമ്മൾ എന്ത് ചെയ്യാലോ? പുതിയ ആൾക്കാർ വരുമ്പോ നമ്മള് വഴി മാറണമെന്നാണല്ലോ. ഈ ചോദിച്ച ചോദ്യം തന്നെ, എന്താണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത് ഒരു ഇഷ്ടപ്പെട്ട രീതിയിൽ സ്പെൻഡ് ചെയ്ത് തോന്നി എന്താണ്? ഞാൻ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ മേടിക്കാറുണ്ട്. സ്പോർട്സും മ്യൂസിക്കും ഒക്കെ. എന്ന് വെച്ചാൽ സ്പോർട്സിൽ എന്ത്? സ്കേറ്റിംഗ് ഷൂ, പിന്നെ ബോർഡ്, പിന്നെ വേവ് ബോർഡ്. ചെയ്യും. സ്കേറ്റിംഗ് ചെയ്യും. പാട് പലയിടത്തും ഉണ്ട് സ്കേറ്റ്. അത്യാവശ്യം വീഴും. ബട്ട് ഇപ്പൊ പരിക്കൊന്നും വരില്ല. ഇനീഷ്യലി പരിക്കൊക്കെ വന്നു. അവിടെ ബാംഗ്ലൂര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയൊക്കെ ഫസ്റ്റ് പഠിക്കാൻ ഭയങ്കര പാടാണ്, ലൈക് ബാലൻസ് ആവാന്. അത് കഴിഞ്ഞ് പിന്നെ അത് സ്കേറ്റിംഗ് ഷൂ പഠിച്ച്, പിന്നെ സ്കേറ്റിംഗ് ബോർഡ് 4 വീല് പഠിച്ച്, പിന്നെ വേവ് ബോർഡ് പഠിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യും. ഇന്റർനാഷണൽ ഇഷ്ടപ്പെട്ട സ്പെൻഡിങ് നമ്മള് കാറ് വാങ്ങി. പിന്നെ ഏത് കാറാണ്? WRV കോണ്ടന്റ്. പിന്നെ ട്രിപ്പുകള്, ഇന്റർനാഷണൽ ട്രിപ്പുകള്. പിന്നെ പോയി ഞാൻ പോയത്, ഞാനിപ്പോ ഈ അടുത്ത് പോയതാണ്, സൗദിയിൽ പോയി. പിന്നെ വേറെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തെല്ലാം സെറ്റായി. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ആയി. ഇപ്പൊ എന്നോട് ആരും ഡിഗ്രി എടുക്കാൻ പറയുന്നു? ആരും പറയുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. വീട്ടുകാര് ലോൺ എടുത്തിട്ടുണ്ട് അടുത്തെങ്ങാനും? ലോൺ എടുത്തു. ലോൺ എടുക്കുമ്പോ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചാ ബാങ്ക് മാനേജർ? ഇല്ല ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു 10-30 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട്, കാറിന്റെ ലോൺ ഉണ്ട്. ബട്ട് ഇതിനൊന്നും ഡിഗ്രി ചോദിച്ചിട്ടില്ല. അവർക്ക് ഇൻകം പ്രൂഫ് മതിയല്ലോ. ഈ ഇൻകം പ്രൂഫ് കണ്ടിട്ട് ആരെങ്കിലും ഡിഗ്രി ഇല്ലാന്ന് കണ്ടിട്ട് ഞെട്ടിയ സംഭവം എവിടെയാ? ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നേരത്ത് അവര് ചോദിക്കുമല്ലോ. അപ്പൊ ഇത് കാണിക്കുമ്പോഴത്തേക്കും മീൻസ് ക്വാളിഫിക്കേഷന്റെ കാര്യം അതൊക്കെ ചോദിക്കും. എന്റെ ഏജ് ആണ് മാറ്റർ, ഡിഗ്രി അല്ല. ഈ ഒരു ഏജില് 21. അവരാണ് മെയിൻ ആൾ. 22 ആയിട്ടുള്ളൂ. 22 ആയിട്ടേ ഉള്ളൂ. ഈ വർഷം 23. 30 വയസ്സിലെ അല്ല. അപ്പൊ അങ്ങനെ പല ഇൻസ്റ്റൻസിൽ ആൾക്കാർ ഞെട്ടുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, അവരുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതായത് സാലറി ഫിഗർ പറയുമ്പോഴും ഇൻകം പ്രൂഫ് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഏജ് ആയിട്ട് കൂടുതൽ കമ്പാരിസൺ നടന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ അങ്ങനെ ചോദിച്ച് ഇതുവരെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഏറ്റവും ടോപ്പ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉള്ള ആരാളോടെ? ഓരോരുത്തർക്ക് എത്ര? 1 lakh ഉണ്ട്. 1 lakh. നിനക്കോ? 1.5. ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല. എനിക്ക് തരൂല പറഞ്ഞു. 21 വയസ്സാവണം പറഞ്ഞു. ഞാൻ FD ബാക്ക് എടുത്തിട്ടുണ്ട്. സിബിൽ സ്കോർ ഒക്കെ ഉണ്ട്, പക്ഷെ ബാങ്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കെ. എനിക്ക് 18 വയസ്സിലെ കിട്ടിയല്ലോ HDFC. എനിക്ക് ICICI പറയില്ലായിരുന്നു. ഇപ്പത്തെ ഡെവലപ്മെന്റ് രീതി എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോ ഇവരൊക്കെ കോഡിങ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ്, ഏതൊക്കെ ടൂളാ യൂസ് ചെയ്യണത്? മിക്സ് ആണ്. ലൈക്ക് കാരണം നമ്മളെപ്പോഴും ഹെഡ് നിൽക്കണമല്ലോ. അപ്പോൾ ഓരോ മോഡൽസിന്റെയും കേപ്പബിലിറ്റി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ഒരാള് ഇപ്പൊ ക്ലോഡ് ബെറ്റർ ആകുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇപ്പൊ കോഡെക്സ് പിടിക്കും, അത് ബെറ്റർ ആകുമ്പോൾ അതിന്റെ കൂടെ ജെമിനി പിടിക്കും, പിന്നെ ക്ലോഡ് ബെറ്റർ ആവും. ഇപ്പൊ ഞങ്ങളൊരു മിക്സ് ഓഫ് ടെക്നോളജീസ് ആണ്. കോപ്പൈലറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കോഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്, ക്ലോഡ് ഉപയോഗിക്കുന്നുണ്ട്. 99% ഓഫ് ടാസ്ക്സും ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. പ്രോപ്പർലി നമ്മൾ സ്പെക് ഡ്രിവൺ ആയിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഡെവലപ്മെന്റ്. ആൾക്കാരെ ജോലി കളഞ്ഞു ഇത്രയും ദിവസം കൊണ്ട്? എങ്ങനെ ടീമിലോ? അല്ല, നമ്മള് അപ്ലൈ ചെയ്തിട്ട് ഒന്നേ ഡെവലപ്പേഴ്സിന്റെ ജോലി കളയാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ട് ജോലി കളയാം. അത്യാവശ്യം കുറെ റോൾസ് റീപ്ലേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്റേണലിയും നമുക്കിപ്പോ ഹെഡ് കൗണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഹെഡ് കൗണ്ട് ആവശ്യമില്ല ഇപ്പോൾ. കാര്യം ഒരാൾക്ക് തന്നെ ഒരു 3-4 പേരുടെ വർക്ക് ചെയ്യാം. നമ്മൾ ഹയറിംഗ് എല്ലാം പോസ് ചെയ്തു, ഇനി ആരെയും ഹയർ ചെയ്യുന്നില്ല. ഉള്ള ആൾക്കാരെ തന്നെ അപ്സ്കിൽ ചെയ്തിട്ട് അവരെ ബെറ്റർ ആക്കാം, അവരെ കൊണ്ട് ഫുൾ സ്റ്റാക്ക് ആക്കാം. കാരണം ഞങ്ങൾക്ക് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്ത സമയത്ത് ഞങ്ങൾ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും സ്പെഷ്യലൈസ്ഡ് റോൾസ് ആയിരുന്നു.
ഇപ്പം എല്ലാവരും ഫുൾ സ്റ്റാക്ക് ആയി തുടങ്ങി. കാരണം എല്ലാവർക്കും ആ ഒരു കേപ്പബിലിറ്റി കിട്ടി തുടങ്ങിയല്ലോ. ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൊബൈൽ ആപ്പ് എല്ലാം നിങ്ങൾ അതെ, മൊബൈലും വെബും ബാക്ക് എല്ലാം ഒരാളെ ഏൽപ്പിച്ചിട്ട് ലൈക്ക് അവർക്ക് കംപ്ലീറ്റ് ഓണർഷിപ്പ് കൊടുത്ത് വർക്ക് ചെയ്ത് തുടങ്ങി. കാരണം അവരുടെ ഇടയിൽ ഒരു കുറെ ഏത് സ്റ്റാക്കാന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമോ? ഇല്ല, ഡൊമൈൻ സ്റ്റാക്ക് ലാംഗ്വേജ് അങ്ങനെ ഒരു കഴിഞ്ഞില്ല, ആ കാലം അതെല്ലാം കഴിഞ്ഞു. അതെ, ഒരു ലാസ്റ്റ് ഒരു 1 year 1.5 year മൊത്തത്തിലുള്ള ആ ഒരു എക്കോസിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ പ്രോട്ടോടൈപ്പിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് പഠിക്കുക എന്ന് പറയുന്നതായിരുന്നു സ്കില്ല്. ഞാൻ പ്രോട്ടോടൈപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ സ്കില്ലായിരുന്നു നോട്ട് ജെഎസ്, എക്സ്പ്രസ്, മൈക്രോ സർവീസ്. ഇന്നിപ്പോൾ നോട്ട് ജെഎസും സ്പ്രിംഗ് ബൂട്ട് അതൊക്കെ കുറേ ലാംഗ്വേജ് കൂട്ടി അല്ലെങ്കിൽ കുറേ ഫ്രെയിം വർക്ക് പഠിക്കുക എന്ന് പറയുന്നത് സ്കില്ലല്ല. സ്കില്ല് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. അതായത് എന്താണ് ഒരു ബാക്ക് എൻഡ്, അതിൻ്റെ ഓരോ പെർസ്പെക്റ്റീവ്, അതിൽ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുള്ളത് മാറ്റർ അല്ല. മൊത്തത്തിലുള്ള ഒരു ഹൈ ലെവൽ ആർക്കിടെക്ചർ ഡിസൈനിങ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ഡിസൈനിങ്, അതിലൊക്കെയാണ് സ്കിൽ. കോഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലല്ല. ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിൽ കമ്പനിയിൽ ഒരു 99% കോഡ് AI കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ കോഡ് ചെയ്യാറില്ല. അതായത് ഡിസൈനിങ് തിങ്കിങ് അവിടെ വരും. അതായത് തിങ്കിങ് വേണമെങ്കിൽ AI കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ കോംപ്ലക്സ് ആർക്കിടെക്ചർ ആകുമ്പോൾ അതിന് ഫുൾ കോൺടെക്സ്റ്റ് ഉണ്ടാവില്ല. അത്തരം സമയങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ട് പ്രോപ്പർ ഡിസിഷൻ എടുത്തിട്ട്, പിന്നെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ കോഡിങ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇത് ചെയ്യും, അവിടെ ചെയ്ത് ചെയ്യും, എന്നിട്ട് അത് കോഡ് തരും. അപ്പോൾ അത് റിവ്യൂ ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം പലപ്പോഴും മണ്ടത്തരങ്ങളൊക്കെ എഴുതി തരും. ചില ഫിക്സുകളൊക്കെ വളരെ ഉഡായ്പ ഫിക്സുകളൊക്കെ ഉണ്ടാവും. ഈ AI ട്രെയിൻ ചെയ്ത് നമ്മളായതുകൊണ്ട് തന്നെ നമ്മളെ മടികളൊക്കെ അതിനും കിട്ടിയിട്ടുണ്ട്. ഉഡായ്പ പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി കണ്ടും ചെയ്യാന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നതാണ് നമുക്ക് ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് തരുന്ന സംഭവം. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഇത് ഫൈനലൈസ് ചെയ്യുന്നു, കൊടുക്കുന്നു, സാധനം വരുന്നു. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട സംഭവങ്ങൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. കാര്യം അന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന ഇപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനനുസരിച്ച് ആൾക്കാരെ എടുക്കുന്നത്, ഹയർ ചെയ്യുന്നത് കുറയും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലെവല് കൂട്ടുക. ബാർ റേസ് ആയിട്ടുണ്ട്. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് കർസർ ആണ്. അതിൽ തന്നെ കുറെ മോഡൽ കിട്ടും. അതായത് VS കോഡ് പോലെ തന്നെ ഒരു ടൂളാണ് കർസർ. നമ്മൾ ചാറ്റ് ബോട്ട് ഉണ്ടാവും, നമ്മുടെ ഏത് റെപ്പോസിറ്ററി ആണോ അതിന്റെ കോൺടെക്സ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമൽ ചാറ്റ് പറഞ്ഞു കൊടുക്കുക. അത് തന്നെ ഏത് ഫയലാണ് എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് തന്നെ ചെയ്തോളും. അപ്പോൾ ഉള്ളൊരു ഡൗട്ടായിരിക്കും, അപ്പം ആർക്കും ചെയ്തുകൂടെ, ഇത്ര ലക്ഷങ്ങൾ എന്തിനാ അവർ തരുന്നത്? പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം നോളജ് വേണം. ഇത് യൂസ് ചെയ്യാം. അതിപ്പോൾ ഒരു ഫെറാറി കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. ഫെറാറി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അത്ര സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവർ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സെയിം കോൺടെക്സ്റ്റ് ആണ് ഇതിലും വരുന്നത്. ജോബിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും ഫ്ലോയും പറയുകയാണെങ്കിൽ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇഷാം ഇപ്പൊ പറഞ്ഞത് 2 വർഷം മുമ്പ് അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം പ്രോട്ടോടൈപ്പിലെ സിലബസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ IT ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് പോലെ തന്നെ നമ്മൾ പ്രോട്ടോടൈപ്പിന്റെ പ്രോഗ്രാമിലും ആ ചേഞ്ചസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് രീതികളും ജോലി കിട്ടിയതിനു ശേഷം ഫീസ് അടച്ചാൽ മതി എന്നുള്ള ഓപ്ഷൻസും ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്റെ വർക്ക് ഫ്ലോസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കണ്ടന്റ് ക്രിയേഷനിൽ ഞാൻ ഫോക്കസ് ഉണ്ട്, ബട്ട് മെയിൻലി എഞ്ചിനീയറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷനിലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സർവീസ് പ്രൊജക്ട്സ് കുറച്ച് ഫ്രീലാൻസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചൊരു സാധനമാണ്, നമുക്ക് ലിറ്ററലി ഒരു ടൈം മെഷീൻ കിട്ടി ഈ മോഡൽസ് ഒക്കെ ഒന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈവൻ ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ ആയിക്കോട്ടെ, ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ടൈം മെഷീനിൽ ബാക്കിലോട്ട് പോയാൽ ലോകത്തിലെ നമ്പർ 1 സർവീസ് കമ്പനി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അമ്മാതിരി സ്പീഡിലാണ് നമുക്കിതെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ളത് കൊണ്ടും, പിന്നെ ഹിഷാം പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു വൈറ്റ് കോഡിങ്ങിന് പുറത്ത് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു കോൺടെസ്റ്റ് കറക്റ്റ് AI കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ട കോഡ് തന്നെ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ ഹാലുസിനേഷനോ അല്ലെന്നുണ്ടെങ്കിൽ AI ഗസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ മൈൻഡിൽ എന്തുണ്ട് അത് തന്നെയാണ് AI ബിൽഡ് ചെയ്യാനും പോകുന്നത്. അപ്പോൾ കോഡ് എന്നുള്ളത് ഇനി അങ്ങോട്ട് കൊമോഡിറ്റി ആയി മാറുകയാണ്. ആർക്കാണെങ്കിലും ഉണ്ടാക്കാതെ ചീപ്പാണ്. മുമ്പ് ആ കോഡ് പ്രൊഡ്യൂസ് ചെയ്യണതിനായിരുന്നു ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്കില്ലും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി വാല്യൂ ചെയ്യുക. വർക്ക് ഫ്ലോ പറയണമെന്നുണ്ടെങ്കിൽ കോഡക്സ് ട്രൈ ചെയ്യുന്നുണ്ട്, കർസർ ഉണ്ട്, ക്ലൗഡ് കോഡ് ഉണ്ട്. ക്ലൗഡ് കോഡിൻ്റെയും കോഡക്സിൻ്റെയും സബ്സ്ക്രിപ്ഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലിമിറ്റ് മാറുമ്പോൾ മാറിക്കളിക്കലാണ് പരിപാടി. കുറച്ചും കൂടി ആൻറ്റി ഗ്രാവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, അത് ഫ്രീ യൂസേജ് ആണ്. ബട്ട് ആൻറ്റി ഗ്രാവിറ്റി കുറച്ചും കൂടി ഒരു ഫ്യൂച്ചർ വൈപ്പ് കോഡിങ് സാധനമായിട്ട് ഗൂഗിൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യണതാണ്. ബട്ട് ഇപ്പോൾ ഒരു ബേബി സ്റ്റെപ്പിൽ അവർ നിൽക്കുന്നത്. പിന്നെ ക്ലൗഡ് കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. നമുക്ക് ടീംമേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അത് ഏജൻസിനെ ഓരോന്നിനെയും ടെസ്റ്റ് ചെയ്യാൻ ഒരു ഏജന്റ്, ഡോക്യുമെന്റേഷൻ ചെയ്യാൻ, ടെസ്റ്റ് കേസ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഓരോ പർട്ടിക്കുലർ മൊഡ്യൂൾ കൊടുക്കാൻ ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിനെല്ലാം കൂടെ ടീംമേറ്റ്സ് ആക്കാം. മൾട്ടിപ്പിൾ ടീംമേറ്റ്സിനെ ഒറ്റൊരാൾ മതി. അതായത് മുമ്പ് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാനേജർ ക്ലയന്റിന്റെ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കിൽ നിന്ന്
ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് മാനേജറാണ്. എന്നിട്ട് ഇതിൽ നിന്ന് പുള്ളിയുടെ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്താണ് അതൊരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആവുന്നത്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കോഡോ ഡിസൈനോ മാത്രമല്ല, ഇത് യൂസേഴ്സിലോട്ട് എത്തുമ്പോൾ എങ്ങനെ ആവും, അങ്ങനെ കുറെ ടേസ്റ്റും കാര്യങ്ങളും ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കറക്റ്റ് ടീംമേറ്റ്സിന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു പ്രൊഡക്റ്റ് മാനേജർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു PM റോളും കൂടെ ഒരു ഡെവലപ്പർ അക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ലെവലാവും. അപ്പം എൻ്റെ സംശയം എന്താ വെച്ചാൽ, ഇത് പഠിക്കുന്ന ഒരാളെ കേസിൽ ഇപ്പോൾ പുതുതായിട്ട് പഠിക്കുകയാണ്, ഒന്നും അറിയില്ല, കോഡിങ്ങും അറിയില്ല, ഒന്നും അറിയില്ല, +2 കഴിഞ്ഞിരിക്കും, നിങ്ങളെ പോലെ സ്റ്റാർട്ടിങ്ങിലെ അവസ്ഥ. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ലൂപ്പൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ അവന്? അതോ നേരെ നമ്മൾ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ ചെയ്താൽ മതിയോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂഡ് പോകേണ്ടത്? ലേണിംഗ് കർവ് എങ്ങനെയാണ്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒബ്വിയസ്ലി അറിയണം. അതല്ലാണ്ട് കംപ്ലീറ്റ്ലി ബേസ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അതും മേ ബി ഫ്യൂച്ചറിൽ മാറാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കുക, അത് പൈത്തണോ കൂടുതലും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഏതെങ്കിലും ഡാറ്റാ സ്ട്രക്ചറൊക്കെ പഠിക്കണോ? അതൊക്കെ ഓവറോൾ നോക്കി പോവാം. അതിലൊന്നും വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കരുത്. കോൺസെൻട്രേറ്റ് കൊടുക്കേണ്ടത് ഹൈ ലെവൽ കോൺസെപ്റ്റുകളും ഹൈ ലെവൽ ഡിസൈൻസ്, സിസ്റ്റം ഡിസൈനിങ് കോൺസെപ്റ്റ്, അങ്ങനത്തതിലൊക്കെ വളരെയധികം. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു സീനിയർ എഞ്ചിനീയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇനീഷ്യലി ഒരു സീനിയർ എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ലെവലിലുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ കാര്യം വറി ചെയ്യേണ്ടുള്ളൂ. നമ്മളത് അറിയേണ്ട അല്ലെങ്കിൽ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇപ്പോൾ പറഞ്ഞാൽ നമുക്കും ആ ഒരു നോളജാണ് കാര്യമായിട്ട് വേണ്ടത്. സോ ആ ഒരു നോളജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായിരിക്കും ഇനീഷ്യലി തന്നെ ഐ തിങ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഞാനത് ആലോചിച്ചപ്പോൾ നമ്മൾ സൊല്യൂഷൻ ബിൽഡർ എന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലിതാ ചെയ്യണം, ആദ്യം ഒരു ബേസ് കുറച്ച് പഠിക്കും. പഴയ പോലെ കുറേ കോഡിങ് പഠിക്കാന്നല്ല, ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് വരെ നമ്മൾ എങ്ങനെയാലും ഒന്ന് കോഡിങ് ബേസ് ചെയ്തിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പോകുന്നത്. എന്താണ് അലൻ്റെ ഒരു അഭിപ്രായം ലേണിംഗ് കർവിനെ കുറിച്ച് ചോദിക്കുന്നത്? പുതിയൊരാള് പഠിക്കുകയാണെങ്കിൽ അവൻ എന്തെന്ന് തുടങ്ങണം, എന്തൊക്കെ എത്തിക്കണം? ഇപ്പൊ ഹിഷാം പറഞ്ഞ പോലെ ഒരു ലാംഗ്വേജ് നോളജ് സ്റ്റിൽ വേണം. കാരണം ഫണ്ടമെന്റൽസ്, അതായത് ലൂപ്സ്, വേരിയബിൾസ്, ഫങ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സാധനം പറഞ്ഞിട്ട് അതിനൊരു ഔട്ട് കിട്ടിയിട്ട് അതോ ഫംഗ്ഷനിലാണെങ്കിൽ ഓക്കെ, അവിടെ വർക്ക് ആകും. ബട്ട് അതൊരു 90% കേസസിൽ ഓക്കെ ആയിരിക്കും. ഒരു 10% കേസസിൽ നമുക്ക് ചിലപ്പോൾ ആ കോഡ് ഒന്ന് നോക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, സെക്യൂരിറ്റി, സ്കേലബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ആ കോഡ് റിവ്യൂ ചെയ്യേണ്ടി വരും. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ യൂസ് ചെയ്താൽ പോരെ? യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് എയോട് ചോദിക്കണ്ടേ ഇന്ന കാര്യങ്ങൾ നോക്കണമെന്ന് പറയണ്ടേ? അതായത് ജസ്റ്റ് ഒരു ബ്രോഡായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്ത് റിവ്യൂ ചെയ്യുന്നതും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യങ്ങൾ, അതൊരു ഡൊമെയിൻ നോളജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയുന്നൊരു നോളജ് ഉണ്ടല്ലോ, അതിനെ വെച്ചിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നതും ഒരു ജനറലായിട്ട് ചോദിക്കാൻ പറ്റുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണല്ലോ. ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്, അത് കിട്ടണമെങ്കിൽ നമുക്ക് ഈ നോളജ് വേണമല്ലോ. അപ്പം ചെയ്യുന്നത് നമ്മളല്ല, അതിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം, പക്ഷെ പറയുന്നത് നമ്മളാണല്ലോ, ആ ഒരു കാര്യം. അപ്പോൾ അവിടെ സ്റ്റാക്ക് ഡിപ്പെൻഡ് ആയിട്ട് ആവശ്യം എന്തായിരിക്കും വരും? സ്റ്റാക്ക് ഡിപ്പെൻഡൻസി അവിടെ വരുന്നില്ല. ഇപ്പം പറഞ്ഞ പോലെ മേണ് അറിയില്ല, പിന്നെ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞു രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. മേണ് മീൻ കമ്പാരിസൺ ഒക്കെ നോക്കേണ്ട ആവശ്യം. ഇപ്പൊ വരുന്നതിന് മുന്നേ ഞാൻ പഠിച്ച സമയത്താണെങ്കിലും ലൈക്ക് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ഒരു ടോപ്പിക്കിൽ ഡെപ്തിനേക്കാളും കൂടുതൽ ബ്രെഡ്ത്ത് ആണ്. അതായത് ക്രോസ് ഡൊമെയിൻസ്. ഞാനിപ്പോൾ ബ്രോട്ടൈപ്പ് വന്ന സമയത്താണെങ്കിലും ഞാൻ മേൺ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പൈത്തൺകാരുടെ കൂടെ പോയിരിക്കുമായിരുന്നു, ജാവക്കാരുടെ കൂടെ പോയിരിക്കുമായിരുന്നു. ലൈക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രോട്ടോടൈപ്പിൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ എനിക്ക് നല്ല ബ്രെഡ്ത്ത് ഓഫ് നോളജ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഇത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാ ഡൊമൈൻസിനെ കുറിച്ച് ഒരു അവയർനെസ് വേണം. ഓരോ ലാംഗ്വേജസിന്റെ സ്റ്റിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഈ പറഞ്ഞ പോലെ പെർഫോമൻസ്, ക്രിട്ടിക്കാലിറ്റി, സെക്യൂരിറ്റി, അങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പല ലാംഗ്വേജസും അതിന്റെ കമ്മ്യൂണിറ്റി ആയിരിക്കും അതിന് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. ആ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഒരു കർവ് പറയാൻ പറ്റുകയാണെങ്കിൽ, ഒരു ലേണിംഗ് ഒന്നുകൂടി ഒരു കറക്റ്റ് ആയിട്ട് സ്റ്റെപ്സ് പറയാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഫണ്ടമെന്റൽ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അതായത് AI വരുന്നതോടുകൂടി ഫണ്ടമെന്റൽ, അതായത് നമ്മൾ AI ഇല്ലാത്ത സമയത്ത് എങ്ങനെ പഠിച്ചോ കുറെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ട്, പക്ഷെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്സ് അറിയുന്നവനെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ യൂസ് ചെയ്താലും അവനൊരു ഫോർമുല ഇപ്പോൾ കൊടുത്താൽ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ ഫോർമുലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത്, ഈ കാൽക്കുലേറ്റർ വന്നതോടുകൂടി മാനുവൽ വർക്ക് കുറേ. അതായത് ഒരാഴ്ച കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, 3 മണിക്കൂർ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പണ്ട് മുതൽ 1+1 മുതൽ പഠിച്ച് ആ അൽഗോരിതം പഠിച്ച് ഓരോ സംഭവങ്ങൾ പഠിച്ച ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ല എക്സാമ്പിൾ ആയിട്ട് എക്സാക്ട്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. റീസെന്റ് ഒരു 1 ഇയറിനുള്ളിൽ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും കമ്പനിയിൽ ഒരു ഡെവലപ്പർ ഹയറിങ്ങോ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടായിട്ടുണ്ടോ? എന്റെ കമ്പനിയിൽ ഹയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഹയറിംഗ് സ്ഥിരം നടക്കുന്നുണ്ട്, പക്ഷേ ആളുകൾ എടുക്കുന്ന വളരെ റയർ ആയിട്ട്. ആ ഹയറിംഗ് ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഇഷാമാണ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക?
ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ മെയിനായിട്ട് ലെവൽ അനുസരിച്ചിരിക്കും. SD1, 2 അങ്ങനെ ഓരോ ലെവലുണ്ട്. ഇപ്പോൾ SD1 ഹയറിംഗ് ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കണം. SD2 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്റർവ്യൂ പ്രോസസ് കുറച്ച്, അതായത് റിഗ്രസ് ഇന്റർവ്യൂ ആണ്. അതായത് കുറെ റൗണ്ട് ഉണ്ടാവും. മെയിൻലി കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ട്, ഒരു 4-5 ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അതിനെ ഡീപ്പായിട്ട് പ്രോപ്പറായിട്ട് എൻ്റെ എല്ലാ കോൺസെപ്റ്റും അറിയാം. കോഡിങ് കുറവാണ്, കോഡിങ് ക്വസ്റ്റ്യൻസ് കുറവാണ്. അതായത് ബേസിക് സംഭവങ്ങളായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻക്രിപ്ഷനും ഹാഷിംഗ് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷെ കോൺസെപ്റ്റുകളാണ് ചോദിക്കുക എത്രത്തോളം അറിയാന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഡാറ്റാബേസ് റെപ്ലിക്കേഷൻ എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ചോദിക്കും, ഇതെന്താണ്, അതെന്താണ്, അവിടെ പോയാൽ ഇവിടെ അങ്ങനെ ഡാറ്റ വരിക, അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ അത് ഫസ്റ്റ് ലെവല്. സെക്കൻഡ് ലെവൽ മാനേജർ എത്തുമ്പോൾ അത് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടും. ആ രീതിയിൽ കുറെ ഇന്റർവ്യൂ എടുത്താലും നമുക്ക് വേണ്ട ഒരു സിസ്റ്റം ടെസ്റ്റ് പോലെ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ AI ടൂൾ കൊടുക്കുമോ അതോ അല്ലാതെ? സിസ്റ്റം ടെസ്റ്റ് കൊടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഹയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അവർക്ക് ഒരു ബേസിക് ആയിട്ട് ഉണ്ടാവുമല്ലോ. SD1 ഹയർ ചെയ്യുകയാണെങ്കിലോ? SD1 ഹയർ ആണെങ്കിൽ മേ ബി ഒരു കോഡിംഗ് ക്വസ്റ്റ്യൻ കൊടുക്കും. അത് ലീഡ് കോഡ് പോലത്തെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും. എന്നാലും സിസ്റ്റം ഡിസൈൻ അതിന്റെ ആവശ്യം അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രാഫ് ട്രീ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല. നോർമൽ അറേ സംഭവങ്ങളെ വെച്ചിട്ട് നോർമൽ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറിനെ, പക്ഷേ പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും. ഡേറ്റ സ്ട്രക്ചർ കോംപ്ലക്സ് അല്ല, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. അതായത് ഇന്ന സാധനം വന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, അത് നമ്മൾ സംസാരിക്കുന്നതിൽ അറിയാലോ എന്ത് പരിപാടിയാണ് ചെയ്യുന്നുള്ളത്. ഇന്റർവ്യൂ എടുത്താണെങ്കിൽ അതെ, ഇപ്പം കോഡിംഗ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ലൈക്ക് ആ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് അല്ല, ശരിക്കും പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനാണ്. ഇപ്പം ഞാൻ ഇന്റർവ്യൂസ് മീൻസ് ഇപ്പോൾ ഈ ഒരു ഹയറിംഗ് വേവിന് മുന്നേയും ഒരു 2 years മുന്നേ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് കോഡിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ഹയർ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ആ പ്രോബ്ലം സോൾവിംഗ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ബേസിക്കലി എനിക്കറിയാം AI ടൂൾസ് വെച്ച് അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, അത് കൊണ്ടുവരാൻ പറ്റുമെന്ന്. ലൈക്ക് ആ ഒരു പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് കിട്ടുന്നുണ്ടോ, അതാണ് ഞാൻ മെയിൻലി ഇന്റർവ്യൂസിൽ നോക്കുന്നത്. കോഡിങ്ങിൽ പലപ്പോഴും എല്ലാവർക്കും പെർഫോം. ഇപ്പം ഞാൻ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ നേരത്തെ ചിലപ്പോൾ കോഡിങ് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും എഴുതാൻ പറയാം, പെട്ടെന്ന് നമുക്ക് കിട്ടൂല. സിൻടാക്സ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അതായത് പ്രോബ്ലം സോൾവിംഗ് കോഡിങ് രണ്ടാണ്. കോഡിങ് എഴുതാൻ കോഡ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല ഫുള്ളി, പക്ഷേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ. അപ്പോൾ ഈ ഡാറ്റ സ്ട്രക്ചർ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് അതാണ്. അവൻ വെർബലി പ്രോബ്ലം സോൾവ് ചെയ്താലും മതി. അതിൽ പറയുകയാണെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പർ ചെയ്യുമ്പോഴത്തെ പണി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അതിന്റെ ഒരു തിങ്കിങ് വേണ്ട. ഫ്രഷർ എന്ന് പറഞ്ഞാൽ ഫ്രഷർ വേണം. ഞാനൊക്കെ ഫ്രഷർ ആയിട്ടല്ല കരുത്, പക്ഷെ നമ്മൾ ഫ്രഷർ എന്നുള്ള വാക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളതായിരിക്കും. ഫ്രഷർ എന്ന് പറയുന്നത് സീനിയറിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി ആദ്യമായിട്ട് കയറുന്ന ആളായിരിക്കും. പക്ഷേ സ്കില്ല് ലെവലും അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. അതിപ്പോ ഇപ്പൊ ഞാൻ അന്ന് പ്രോട്ടോടൈപ്പ് പഠിച്ചിട്ട് കയറിയപ്പോൾ എനിക്ക് 12 LP കിട്ടി. പക്ഷെ അന്നത്തെ സ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് മേ ബി ഒരു 6 LP 7 LP കിട്ടുള്ളൂ. ബാർ റേസ് ആയിട്ടുണ്ട്. അത് എല്ലാ കാലത്തും. അതെ, അതിന് മുമ്പത്തെ കാലത്ത് മേ ബി ഒന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഇറങ്ങുന്നവരായിരിക്കും ഫ്രഷർ എന്ന് വിളിച്ചിരുന്നത്. പിന്നീട് മേൺ സ്റ്റാക്ക് അറിയാവുന്നവരായിരിക്കും ഫ്രഷർ എന്ന് വിളിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് മേ ബി മേൺ സ്റ്റാക്കിൻ്റെ കൂടെ AI കൂടെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഫ്രഷർ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു സീനിയർ ഡെവലപ്പർ, ഇപ്പോൾ ഒരു യൂബർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം, നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം സെക്യൂർ ആയിട്ട് എങ്ങനെ നമുക്ക് സ്കെയിലബിൾ ആയിട്ട് യൂസേഴ്സിലോട്ട് എത്തിക്കാം എന്നുള്ളൊരു ഡിസൈൻ സിസ്റ്റം നമുക്ക് ഒന്ന് ചിന്തിക്കാനും അതിൻ്റെ ബാക്ക് എൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊരു ഐഡിയ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കണ്ണും പൂട്ടി ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ക്ലൗഡ് കോഡ് എന്ന് പറയുമ്പോൾ ഒന്ന് അന്തം വിട്ട് നിൽക്കരുത്. ഇതൊക്കെ കറക്റ്റ് അറിയണം, സ്കിൽസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാനെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ ഒരാളായിരിക്കണം. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ സൈറ്റ് അറിയാം. ഞാൻ ഡെവലപ്പർ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സാധനമാണ്. ഇന്നത് തീരുമാനമായിട്ടുണ്ട്. അതുപോലെ അടുത്ത തീരുമാനം പോകുന്ന സാധനം പറഞ്ഞ സെഷൻ മേ ബി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഏകദേശം ഒഴിവായിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. LLM അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി അങ്ങനത്തെ ഇതിലൊക്കെ സെർച്ച് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ മീഡിയം അവിടെ പോയി ബ്ലോഗ് വായിക്കുന്ന പരിപാടികൾ ഇപ്പോൾ ഏറെക്കുറെ കാണും. കാര്യം എന്തായാലും ഈ ചാറ്റ് ബോർഡ് ചാറ്റ് GPT ഒക്കെ ആണെങ്കിലും അതിനെ കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് കോർ നോളേജ് ആണ് നമുക്ക് തരുന്നത്. പക്ഷെ പ്രശ്നം അതല്ല, ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് ഈ LLM ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴുള്ള ഡാറ്റ ബേസ്ഡ് ആണ്. ഈ ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗൂഗിളിൽ ആളുകൾ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടും മീഡിയമിലൊക്കെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡാറ്റ ഉള്ളത്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അപ്പത്തെ ടെക്നോളജിന്റെ ഡാറ്റ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. അപ്പൊ ഈ ചാറ്റ് GPT സംഭവങ്ങളെ ഒരു പോയിന്റിൽ ഡാറ്റ ഇല്ലാതെ വരുമ്പോൾ വീണ്ടും സ്റ്റക്ക് ആവും. കാര്യം ചാറ്റ് GPT ഒക്കെ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോന്റെ ഡാറ്റ വെച്ചിട്ടും അങ്ങനെയുള്ള ഡാറ്റകൾ കുറെ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഡാറ്റ കൺസ്യൂം ഉണ്ടാവുന്നത് അങ്ങനെ ആളുകൾ അതിൽ പോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, റിപ്ലൈ വരുന്നു. ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത്. അതായത് ഇപ്പൊ വരുന്ന സിസ്റ്റംസ് ഒക്കെ സാൻഡ് ബോക്സ് സിസ്റ്റംസ് പോലെ, ഇപ്പോൾ ഓപ്പൺ ക്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സാൻഡ് ബോക്സ് മീൻസ് ഒരു ഏജന്റിനെ ഫ്രീ ആയിട്ട് ഒരു സിസ്റ്റത്തിൽ ഇടുക, അതിന് വേണ്ടതൊക്കെ ട്രൈ ചെയ്യും. അപ്പൊ പുതിയ എറർ വരികയാണെങ്കിൽ അത് ഫിഗർ ഔട്ട് ചെയ്യും. ബട്ട് ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ പുതിയ തിയറി ഒക്കെ കണ്ടെത്തുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ഒരു തിയറി കണ്ടെത്തി കൊടുക്കും, അതിൻ്റെ മുമ്പ് വരുന്ന ഡാറ്റ ഫുള്ള് ട്രെയിൻ ചെയ്ത് AI ട്രെയിൻ ചെയ്തിട്ട് പുതിയ തിയറി ഇൻവെന്റ് ചെയ്യാൻ പറഞ്ഞാൽ കഴിയൂല. ലൈക്ക് ആസ് ഓഫ് നൗ കഴിയൂല. അങ്ങനെ ഒരു ഇഷ്യൂ പോസിബിൾ ആണ്. ബട്ട് അത് ഈക്വലി
എന്താ പറയാ 50-50 ചാൻസ് ആണ്. ലൈക്ക് പുതിയ സിസ്റ്റംസ് വരുമ്പോൾ ഈ ഒരു ബേസ് മാറുമോ എന്നുള്ളത്. പിന്നെ ഈ ഒരു ഇതിലും ഇപ്പോ കറന്റ്ലി ഉള്ള മോഡൽസ് ഒക്കെ കുറെയൊക്കെ ഇപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതായത് മുമ്പുള്ളത് ലേബിൾഡ് ഡാറ്റയാവും. മീൻസ് ഒരു ഡാറ്റ ഉണ്ട്, ഇത് വെച്ചാണ്ട് ഇന്നതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ടാവും LLM-നെ ട്രെയിൻ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള LLMs ഒക്കെ ഇപ്പൊ ഡീപ് സീക്ക് അങ്ങനത്തതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് ഒരു ആൻസർ കൊടുക്കൂല ഇനീഷ്യൽ ട്രെയിനിങ്ങിൽ, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന് ഒരുപാട് ക്രിറ്റിക്സ് ഉണ്ട്. അതായത് ഈ ഒരു കാര്യം ലേണിംഗ് ഭയങ്കര സ്ലോ ആണ്. സോ ഒക്കെ 50-50 ചാൻസ് ആണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ആ കേസ്. ഊട്ടി പോകുന്ന ഏറ്റവും ഹിറ്റായിട്ടുള്ള വേറെ ടൂൾ പറയുകയാണെങ്കിൽ ബേസിക്കലി ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ സൈറ്റ്സ്, സ്റ്റാക്ക് ഓവർഫ്ലോ, അതുപോലെ ആൾക്കാർ ജനറലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് കുറേ ഡെവലപ്പേഴ്സ് എന്നിട്ട് ആൻസർ ചെയ്യുന്ന അങ്ങനത്തെ സൈറ്റ്സ്. ഇപ്പം റെഡിറ്റിൽ നമ്മൾ നോക്കുമായിരുന്നു, കുറേ അങ്ങനത്തെ പ്ലേസസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഡെവലപ്മെന്റ് ടൂള് ലൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാത്ത ഏത് ഡെവലപ്മെന്റ് VS Code ഉപയോഗിക്കുന്നത് ഞാൻ കോഡിലും കോപ്പൈലറ്റ് ഉണ്ട്. കോപ്പൈലറ്റ് ബേസിക്കലി കഴ്സർ പോലെ വർക്ക് ചെയ്യുന്നത്. ക്ലോഡ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ മാറിയിട്ടില്ല. കാരണം ഒക്കെ അതൊക്കെ അവർ പെട്ടെന്ന് ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. പിന്നെ അത് ലൈറ്റ് വെയിറ്റ് ആണ്, ബാക്കിയിലേക്ക് മാറുന്ന ഭയങ്കര ഈസി. ഞാൻ കർസർ യൂസ് ചെയ്യുന്നത്. അതായത് എന്ത് കൈ വന്നാലും അതിൽ VS Codeന്റെ സെയിം സാധനം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് വലിയ കോപ്പൈലറ്റ് കോമ്പറ്റന്റ് ആണ്. VS കോഡിൽ വരുന്ന കോപ്പൈലറ്റിൽ എല്ലാ മോഡൽസ് അവൈലബിൾ ആണ്. നമുക്ക് മീൻസ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് VS കോഡ് സ്റ്റിൽ സ്ട്രോങ് ആണ്. പിന്നെ ഈ വരുന്ന CLI ടൂൾസും കഴ്സറും എല്ലാം ഓരോരുത്തർ ബെറ്റർ ആവുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ടൂള് ഇതാണ് ബെറ്റർ എന്നുള്ളൊരു സാധനം അധികം വരുന്നില്ല. ആസ് ലോങ് ആസ് AI അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, AI കൺസിസ്റ്റന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒബ്സൊല്യൂട്ട് ആവത്തില്ല. 1 വീക്ക് എനിക്ക് പറയാനുള്ളത് VS കോഡ് ഇതുപോലത്തെ കോഡ് കാണുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുമെന്നാണ്. എന്നിട്ട് നമ്മളൊരു ടെസ്റ്റ് ബേസ് ചെയ്ത് മാത്രം പോകുന്നൊരു ഇതായിരിക്കും. പിന്നെ കോഡ് റൺ ചെയ്യണത് പോലും നമ്മുടെ ലോക്കലിലായിരിക്കത്തില്ല, ക്ലൗഡിലായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്റ്റാക്ക് ഓവർഫ്ലോ പോലത്തെ പ്ലാറ്റ്ഫോംസ് എല്ലാം ആൾറെഡി പോയി. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ലൈക്ക് ഇനി ഉള്ള ഇപ്പം അതിൽ തന്നെ കുറേ ബുൾഷിറ്റ് ഉണ്ട്, സ്റ്റാക്ക് ഓവർഫ്ലോയിൽ തന്നെ ബുൾഷിറ്റ് ഉണ്ട്. ആ ബുൾഷിറ്റ് AI മോഡൽസിലേക്ക് അപ്ലൈ ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം തരുന്ന AI മോഡൽസ് തരുന്ന കോഡെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്, മുമ്പത്തെ പോലെ അല്ല. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് വെച്ച് തന്നെ ആയിരിക്കും വീണ്ടും ട്രെയിൻ ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇനി അങ്ങോട്ട് കോഡിന്റെ ക്വാളിറ്റി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഒരു പഴയ സ്റ്റേജിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സിന്തറ്റിക് ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും മോഡൽ കൊളാപ്സ് പോലത്തെ ഫെനോമിന സംഭവിക്കാം. ലൈക്ക് ഇപ്പോ പോയിസണിങ് പോലത്തെ സാധനം ഉണ്ട്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ക്യൂരിയോസിറ്റിയിൽ. അതായത് ഇപ്പോൾ നമ്മൾ കോളേജ് എഡ്യൂക്കേഷൻ, നിങ്ങൾ കോളേജിൽ നമ്മൾ ആരും പോയിട്ടില്ല, പക്ഷെ നിങ്ങളൊക്കെ ഡിഗ്രി പലതവണ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹം പേർക്ക് വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ഏതൊക്കെ ഡിഗ്രി എടുത്ത് നോക്കിയിട്ടുണ്ട്? ഞാൻ BCA BBA BCA കോളേജില് എത്ര കാലം നോക്കി? 3 വട്ടം. അതായത് സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യമില്ലാതെ ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ വരും. എന്നിട്ട് മോട്ടിവേഷൻ വരുമ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യും, എന്റെ മോട്ടിവേഷൻ ഒരു കാര്യമില്ലാതെ. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ വെബ്സൈറ്റിൽ പോകും, അവര് സെയിൽസിന് വിളിക്കും, ഞാൻ ഡിഗ്രി വേണം, അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു സെമ്മിന്റെ ഫീ അടക്കണം. പിന്നെ ഉറങ്ങി നീക്കുമ്പോ പോയിട്ടുണ്ടാവും. പിന്നെ എക്സാമിനൊക്കെ ആകുമ്പോ അവര് വിളിക്കും, എക്സാം കയറുന്ന ലേറ്റ്. ഞാനിക്കെന്ത് എക്സാം, ഞാനിത് കയറി സംഭവം മറന്നിട്ടുണ്ടാവും. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ട്രൈ ചെയ്തു? ആദ്യം SRM, പിന്നെ IIT മദ്രാസിൻ്റെത്, പിന്നെ ഇപ്പൊ നിലവില് മണിപ്പാലിന്റെ പൈസ അടച്ചിട്ടുണ്ട്. സെമ്മിന്റെ പൈസ ഒരു ദിവസം എന്നോട് ചോദിച്ചു, കഴിഞ്ഞിട്ട് വാട്സപ്പിൽ ചോദിച്ചു, എടാ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് ഇനി ഏതെങ്കിലും പഠിക്കാതെ വെറുതെ കിട്ടുന്ന ഞാൻ പൈസ കൊടുക്കാം. മറ്റേ ബാംഗ്ലൂരിന് പരസ്യം കാണാം, കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടോ ചെക്ക് ചെയ്ത്. അതായത് എന്റെ വിഷയമല്ല, എനിക്ക് 3 കൊല്ലം പഠിക്കുന്നതിന് വിഷയമല്ല, കല്യാണം നടത്താനുള്ള വല്ല പ്ലാൻ നമ്മള് അതൊക്കെ പ്രൈവറ്റ് സംഭവമാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് എനിക്ക് സംശയം. നമ്മള് ഡിഗ്രി ആവശ്യമില്ല, അതൊക്കെ നമ്മള് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി അതിന് വലിയ വലിയ അതൊന്നും നമ്മള് വെളിപ്പെടുത്തൂല. ഇമിഗ്രേഷൻ ഒരു വട്ടം ഡിഗ്രി ചോദിച്ചിട്ടുണ്ട്. അതായത് ലിങ്ക്ഡിനിൽ ഒരാൾ കോണ്ടാക്ട് ചെയ്ത്, കമ്പനീന്റെ എന്തോ ഇതാണ്, അതിൽ ഇനീഷ്യലി ഒരു കോള് ചെയ്ത്, അപ്പോൾ ജോബിന് ഓക്കെയാണ്, നമുക്ക് ഇനി കോഡിങ്ങിന്റെ ഇതോട്ട് വരാം. അതിന് മുമ്പ് ഒരു ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, ആ കമ്പനി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, വേറൊരു പാർട്ട്ണറാണ്. സോ അവരെ കോണ്ടാക്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യണം പറഞ്ഞു. അതിൽ ഇമിഗ്രേഷൻ കോൾ വന്നു, ഒക്കെ ഓക്കെ ആയിരുന്നു. അവസാനം പറഞ്ഞു നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും വേണം, ജസ്റ്റ് ഇമിഗ്രേഷൻ വിസ ക്ലിയർ ചെയ്യാനാണ്. US തോന്നുന്നു, കുറെ മുന്നേ മീൻസ് ഒരു 1 year ആകോ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോ. ഡിഗ്രി ഒക്കെ എടുക്കാതിരിക്കുമ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം, എനിക്ക് എന്തായാലും വിദേശത്ത് പോകാൻ വലിയ താല്പര്യമോ പ്ലാനോ ഇല്ല. അങ്ങനെ നമ്മൾ ഡിഗ്രി അതായത് ജോബിനല്ല ആവശ്യം, ജോബ് അവിടെ കമ്പനി ഓക്കെയാണ്, പക്ഷെ അവിടെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ ഇങ്ങനെ റിക്വയർമെന്റ് വന്നു.
അപ്പൊ ഇമിഗ്രേഷൻ ഇനി മാറാനുണ്ട് അല്ലേ? അല്ല അതൊക്കെ പോണം എന്നുള്ളവര് പല രീതിയിൽ, അതായത് എഞ്ചിനീയറിംഗ് വിസ കിട്ടാനാണ് ഇമിഗ്രേഷന് ഡിഗ്രി വന്നത്. വേറെ എന്തെങ്കിലും വിഷയില് അല്ല, അല്ലാതെ തന്നെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അതായത് നോർമൽ വിസയിലും അതുപോലെ എഡ്യൂക്കേഷൻ വിസയിലൊക്കെ പോവാം, എന്നിട്ട് അവിടെ നിന്ന് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്. കോടികൾ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നേരെ അവിടെ ഏതെങ്കിലും കോളേജ്, എനിക്ക് സ്റ്റുഡന്റ് വിസയിൽ പോയിട്ട് ട്രാൻസിഷൻ ചെയ്യാം. പല അതായത് എഞ്ചിനീയറിംഗ് വഴിയുണ്ട് എന്നാണ് പറഞ്ഞത്. വഴിയുണ്ട്, ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വളഞ്ഞ വഴിയാണ്. ചെയ്താൽ മതി. എന്തെങ്കിലും ഡിഗ്രി എടുക്കണമെന്നുണ്ടായിരുന്നു. വീട്ടുകാർ ആദ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എനക്കില്ല, ഞാനും പിന്നെ ആ കാര്യം അങ്ങനെ ഇപ്പൊ ഒരു ഐഡിയ ഇല്ലായിരുന്നു എടുക്കണോ വേണ്ടി. കല്യാണത്തിന്റെ ഞാൻ IIT മദ്രാസിന്റെ ഓൺലൈൻ ഡിഗ്രി ട്രൈ ചെയ്തായിരുന്നു. എത്ര കാലം ട്രൈ ചെയ്ത്? അതൊരു 3 കൊല്ലമായിട്ട് ട്രൈ ചെയ്ത് ഫസ്റ്റ് ഇയർ പോലും കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് വിചാരിക്കുന്ന പോലെയല്ല, നല്ല ബോർ പരിപാടിയാണ്. സംഭവം പ്രോപ്പർ ഡിസിപ്ലിൻ വേണം. ഓൺലൈൻ ഒരു കാര്യമാണ്, പർപ്പസ് ഇല്ലാണ്ടാവും, അതാണ് മെയിൻ. ഒന്നെങ്കിൽ ഇപ്പൊ വിദേശത്തൊക്കെ പോണ ഈ പറഞ്ഞ പോലെ അങ്ങനെങ്കിലും ഒരു പർപ്പസ് വേണം. അങ്ങനെ ഒന്നും സംഭവം ഇല്ലെങ്കിൽ പിന്നെ അതെ അതെ. ഇനി ലൈഫിലെ ഫണ്ടിനെ കുറിച്ച് പറയണം. ഇപ്പൊ നോർമലി പറഞ്ഞൊരു കാര്യമാണ്, കോളേജിൽ പോയി ഒരു 4 വർഷം ഒരു അടിച്ചു പൊളിച്ച് തകർത്ത് നടക്കാനുള്ള സമയമുണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ടൊക്കെ പതിയെ ജോലിക്ക് പോയാൽ മതി. എന്തിനാ ഇപ്പൊ തന്നെ പെട്ടെന്ന് ജോലിക്ക് പോയിട്ട്? ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ലൈഫിൽ ഫൺ, എന്റർടൈൻമെന്റ് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്, ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ ഫുള്ളി വർക്കിലോട്ടാണോ ലൈഫ് പോകുന്നത്? എന്താണ് അതിന്റെ അവസ്ഥ? ഇല്ല, നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നുണ്ട്. അതായത് കോളേജിൽ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോളേജിൽ പോകേണ്ട റൊമാൻസ് എടുക്കണ്ട, അത് പ്രശ്നമാണല്ലേ? സംസാരിക്കണം. നടക്കണ്ടോ ഇല്ലേ? എനിക്ക് അടുത്ത വീട്ടിൽ കയറാനുള്ളതാണ്, അതൊന്നും ഇവിടെ പറയണ്ട. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു സമയമുണ്ട് അല്ലെ? അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ കോളേജ് ഇല്ലാതെ നടക്കുന്നത്. കോളേജിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല പറയാ, ഫണ്ട്, അതായത് ഫ്രണ്ട്സ്, ആക്ടിവിറ്റീസ്. കോളേജിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റും ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടല്ലോ. കോളേജിൽ നമ്മൾ പാരന്റ്സിന്റെ പൈസ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. ബട്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഹിഷാം പറയുന്ന പോലെ പ്ലെയിൻ, ഹെലികോപ്റ്റർ, അതിന്റെയൊക്കെ റൈഡിന് അതൊന്നും എനിക്ക് തോന്നുന്നില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറ്റുമെന്ന്. എന്നാ പോലും കോളേജിൽ മിസ്സാവുണ്ടാവില്ലേ? എല്ലാവർക്കും കോളേജ് ഒരുപോലല്ല. ചിലവർക്ക് ട്രോമയാണ്, ചിലവർക്ക് ഒരു എങ്ങനെയൊക്കെ ഉന്തി നീക്കുക, ചിലവർക്ക് സെറ്റാണ്. അതായത് അവരുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, അത് ഈ ഫീൽഡിൽ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് നമ്മുടെ സർക്കിൾ അനുസരിച്ചായിരിക്കും. ഈ കോളേജുകളിലായി പറഞ്ഞ അതേ വൈബുള്ള ഫ്രണ്ട്സാണ് നമുക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് മണി ആകുമ്പോൾ അതിന്റെ കുറച്ചും കൂടെ ഇതാവും. അത് നമ്മളെ കേസിൽ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കോളേജിൽ പോയി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ചും കൂടെ നമ്മളെ പോലത്തെ ഗോൾസ് ഉള്ള കുറച്ച് പേര് മതി. എന്റെ കൂടെ നിന്ന് നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം, ട്രിപ്പിന് പോവാം. ഇപ്പൊ ഒരു പുതിയ ബീഫ് റിബ് മന്തിയോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു സാധനം ഇറങ്ങിയെന്ന് വെച്ചോ, അത് പോയി ട്രൈ ഔട്ട് ചെയ്യാം. ഡെയിലി വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം ഇല്ലേ? കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് നടക്കോ? ഇല്ല. അവർ പാരന്റിന്റെ അടുത്ത് ചോദിച്ചാൽ ഫണ്ട് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ അത്ര റിച്ച് ആയിട്ടുള്ള ഒരാളായിരിക്കും. പിന്നെ കോളേജിലെ മെയിൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഫണ്ടാണ്. അതായത് മെയിൻലി ഫുഡ് അടിക്കാൻ പോകുന്ന ഫണ്ടല്ല കോളേജിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ ഫ്രണ്ട്സും അവരെ ചളിയടി, തമാശടി, അത് നമ്മളെ ഓഫീസിൽ നിന്ന് കിട്ടും. അതായത് അതൊക്കെ ഫുള്ളി ലക്കാണ്. അതായത് കോളേജിൽ പോയാലും നമ്മൾ വർക്ക് ചെയ്യാൻ പോയാലും അത് ലക്കാണ്. ഇപ്പം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് ഇവനും പിന്നെ റഷീദും 3 ആൾക്കാരാണ് നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങാൻ പോകുന്നത്. IT ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ അയക്കുന്ന, അതായത് ഭയങ്കര ടെറബിൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഈ സർക്കിളൊക്കെ ബെറ്റർ ആയിട്ട് എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ്. അതൊക്കെ ലക്കാണ്. അതൊക്കെ ഒരു ലക്കാണ്. റൈറ്റ് ആളെ കിട്ടുക, റൈറ്റ് എൻവയോൺമെന്റ് കിട്ടുക എന്നുള്ളത് ലക്കാണ്. അപ്പൊ അതുകൊണ്ട് കോളേജിൽ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും, അതായത് എനിക്ക് ലൈഫിൽ കുറെ മിസ് ഔട്ട് ആയില്ലേ, നമ്മൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് അക്കൗണ്ട് ഇവന്റെ ലൈഫ് മിസ് ഔട്ട് ആയാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സർക്കിളിൽ പോണതും ചളിയടിയും അങ്ങനത്തെ ഒക്കെ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിൽ ഇൻസ്റ്റയിൽ ഇട്ട് വെക്കും. അതിൽ കുറെ പോസ്റ്റ് ഉണ്ടാവും, ആയിരക്കണക്കിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവന്റെ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിന്റെ ആക്സസ് കിട്ടി അറിയാം ഇവന്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള. എന്റെ ഒരു പ്രൈവറ്റ് ആണ്, അതിൽ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഫിൽറ്റേർഡ് ആണ്. ഇവന്റെ ഒരു 120 പോസ്റ്റ് ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും കോളേജ് ലൈഫ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പ്രൈവറ്റ് ലൈഫ് അത് പ്രൈവറ്റ് ലൈഫും നമ്മൾ പബ്ലിക്കിൽ കാണുന്ന ലൈഫും എന്തായാലും ഡിഫറെന്റ് ആണ്. നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ഒരാള് നോക്കുന്ന പോലെയല്ല നമ്മളെ ലൈഫ്, നമ്മളെ ഫുള്ള് ഡിഫറെന്റ് ആണ്. റാപ്പിഡ് ഫയർ വരട്ടെ. ഇവിടെ കുറച്ച് മുളകൊക്കെ വെച്ചിട്ടുണ്ട്. അത് 3 സെക്കൻഡ് കൂടുതൽ ആൻസർ പറയാൻ തിങ്ക് ചെയ്ത് എനിക്ക് റാപ്പിഡ് ഫയർ കോമഡിയാണ്. നിങ്ങൾ ഒരുപാട് സീരിയസ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും വിലയിരുത്തി ഉത്തരം പറഞ്ഞാൽ മതിയല്ല, കറക്റ്റ് ആണോന്നുണ്ടോ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് മുളക് കൊടുക്കുക, എല്ലാവർക്കും മുളക് കൊടുക്കുക. ഉപ്പിലിട്ട മുളക് പോലെ പോരായിരുന്നു. കുറച്ചെടുത്താ പോരെ? അത് അങ്ങോട്ടും ചോദിക്കാലോ. നമ്മൾ ഉത്തരം പറഞ്ഞ സാറ് കടിക്കണം. ഉത്തരം പറഞ്ഞാൽ സാറ് കടിക്കണം. 4 ആൾ ഉത്തരം പറഞ്ഞാൽ അവസാനം എന്നോട് ചോദിച്ചാൽ മതി. പ്രശ്നം തീർന്നു. ഓക്കെ.
ടെക് എന്ന് പറഞ്ഞു പൈത്തൺ ജാവാസ്ക്രിപ്റ്റ് പൈത്തൺ. കൊച്ചിയൂർ ബാംഗ്ലൂർ ബാംഗ്ലൂർ സിറ്റി ബെറ്റർ ആയതുകൊണ്ടല്ല, ബട്ട് ആ ലൈഫ് സ്റ്റൈൽ മാറ്റമുണ്ട്. സാലറി ഹൈക്കോർ മെന്റൽ പീസ് മെന്റൽ പീസ് അതാണ് പ്രൈമറി. വീക്കെൻഡ് ട്രിപ്പ് ഓർ ഇഷാമ് ഇഷാമോ? ഈഷാം അതൊക്കെ വേറെ. ആ 3 സെക്കൻഡ് കഴിഞ്ഞു. ഇഷാമിന്റെ ഒപ്പം ഞാൻ പോവല്ലേ. ഞാൻ അങ്ങനെ ഒറ്റക്ക് സോളോ അടിക്കില്ല. ഇല്ല, ഞാനും അങ്ങനെ തന്നെ. ഞാൻ ഇവര് രണ്ടാൾക്കാരും ഉണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ, അല്ലാണ്ട് ട്രിപ്പ് അടിക്കാൻ നിൽക്കില്ല. നമ്മള് 3 ആൾക്കാരുണ്ടെങ്കിൽ ട്രിപ്പ് വീക്കെൻഡ് ട്രിപ്പ് ഒക്കെ ഇഷാമുണ്ട്. ഇഷാമാണ്. ആരെങ്കിലും പൈസ കടം ചോദിച്ച് വിളിച്ചപ്പോ ഉണ്ടായിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഒരു ബന്ധമില്ലാത്ത ആളുകൾ വിളിച്ചിട്ട് പൈസ ഉണ്ടായോ ഞാൻ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് വിളിച്ചപ്പോ അവർക്ക് കൊടുക്കും. അത് എമൗണ്ടിന്റെ ഡിപ്പെൻസ് ഓൺ പീപ്പിൾ ആൻഡ് എമൗണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്? ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. കുറച്ചധികം കഴിക്കണം. അറ്റം കടിച്ചാൽ വരാ, കുറച്ച് കഴിക്കണം. ഇത്രയുള്ള പീസ് കഴിക്കണം. ഒന്നീ ആൻസർ ചെയ്യാം അല്ലെങ്കിൽ മുളക് കഴിക്കാം. കഴിച്ച് ബെസ്റ്റ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട്. ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, അതുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. പെണ്ണാണ് പോയിണ്ട? ഇല്ല. നീ പോയിണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ഇല്ല ഇല്ല, സീരിയസ് ആയിട്ട് കളം പറയില്ല. ഇല്ല. സാലറി കിട്ടിയ ആദ്യം വീട്ടുകാർ ഓർക്കും അതോ പേഴ്സണൽ കാര്യങ്ങൾ ഓർക്കും? പേഴ്സണൽ കാര്യങ്ങൾ. ഹൈക്ക് കിട്ടുമ്പോഴോ സാലറി സാലറി കൈ കിട്ടുമ്പോ ഇഷാൻ കൂടി ടൈം 3 സെക്കൻഡ് എടുത്തേ. കഴിച്ചേ പറ്റൂ. ഇനി ആൻസർ അല്ല. അതെ, എല്ലാരും പെട്ടെന്ന് പറഞ്ഞില്ലേ. റാപ്പിഡ് ഫയർ എന്നല്ലേ? ആ സൗണ്ടേ തിന്നണം. തിന്നാണ്. ഇതൊക്കെ എന്ത് എന്ത് ഫാദറാണോ മദറാണോ? മുളകും തരും. ഫാദറാണോ മദറാണോ? മദറാണ്. ഫാദറാണോ മദറാണോ? എന്ത് സാധനാണോ നീ വളർന്നിട്ട് വന്നതാണോ? അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ഫാദറാണോ മദറാണോ? മുളക് നീ എടുത്തോ. ഫാദറാണോ മദർ? തിന്നെ തിന്നെ അല്ല അതൊന്നും പോരാ, കുറച്ച് വലുതടിക്ക്. കറന്റ് സാലറി ഏർപ്പെടുത്താൻ പറ്റുമോ? കറന്റ് സാലറി ആൾക്കാരോട് പറയണോ? പറയണ വേണ്ട. വേണ്ട. കറന്റ് സാലറി കറന്റ് സാലറി ഇനീഷ്യലി കിട്ടിയതിന്റെ ഇരട്ടിയായിരുന്നു. നമ്പർ പറയണോ അല്ലെങ്കിൽ മുളകടിക്ക്. ഏകദേശം മനസ്സിലായ? കോടികളാണ് സാലറി. ആപ്പിൾ ഓർ ഗൂഗിൾ? ആപ്പിൾ. ആൻഡ്രോയിഡ് ഓർ ഐഫോൺ? ഐഫോൺ. എലോൺ മസ്ക് ഓർ സക്കർബർഗ്? എലോൺ മസ്ക്. LDF ഓർ UDF? എന്താ ഒരു പതറൽ? അറിയില്ല. LDF ഓർ UDF? LDF. LDF ഓർ UDF? മമ്മൂട്ടി ഓർ മോഹൻലാൽ? മോഹൻലാൽ. മമ്മൂട്ടി ഓർ മോഹൻലാൽ? മോഹൻലാൽ. മമ്മൂട്ടി. കമ്പനിയിലെ മനസ്സിൽ MD തെറി വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അല്ലല്ല UK ഒരു മാനേജറിന്റെ ആയിരുന്നു. വൈബാണ്. ലൈഫിലെ ഏറ്റവും ശത്രു തോന്നിയ ഫ്രണ്ടിന്റെ പേര്? അത് വിഷയമാണ്, അത് പറയാനില്ല. ലൈഫിലെ ഏറ്റവും ശത്രു തോന്നിയ ഫ്രണ്ടിന്റെ പേര് പറയാൻ പറ്റില്ല. ഫ്രണ്ട് കാണും. അത് ആലോചിക്കണ്ടേ. ധനുഷ്. പക്ഷെ ഇപ്പൊ ശത്രുതയൊന്നുമില്ല. ഒരു അടിന്റെ കഴിക്കാൻ വയ്യടേ. നിങ്ങളെല്ലാരും ബ്രോ ക്യാമ്പിൽ എന്നിട്ട് കഷ്ടപ്പെട്ടല്ലോ. ബ്രോ ക്യാമ്പില് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തണമെന്ന് വീട്ടിലൊരാളെ ചിന്തിക്കുകയാണെങ്കിൽ ആരായിരിക്കും ചിന്തിക്കുക? തിന്നോ തിന്നോ? എന്നോട് ഞാൻ അങ്ങോട്ട് നോക്കിയാണ്ടല്ലോ പറഞ്ഞത്. അനിയന്. ഇല്ല ഇല്ല ഇല്ല. ആരും തന്നിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെ തന്നിട്ടില്ല. എന്നാ തിന്നാളാ. ആരെ കൊണ്ടുവരാൻ തോന്നിട്ട് ആരെങ്കിലും ഒരാൾ പറയണോ? കൊണ്ടുവരാൻ തന്നിട്ടുണ്ട്. കൊണ്ടുവരാൻ തോന്നുകയാണെങ്കിൽ ആരായിരിക്കും കൊണ്ടുവരാ ഫസ്റ്റ്? അലനെ ഒന്നെങ്കിലും പറഞ്ഞോ? എല്ലാം കടിക്കല്ലേ. ഇത് കട്ട് ചെയ്യുമെങ്കിൽ ഞാൻ പറയാം, ആൻസർ പറയാം. മുളക് കടിച്ചതാ. പറഞ്ഞു ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ട് വീട്ടിലാ? ആരെങ്കിലും എന്നല്ലേ ഉദ്ദേശം? വീട്ടിലെന്നാ സാർ ഉദ്ദേശിച്ചത്? വീട്ടിലാരില്ല. ആദ്യം ക്രഷ് അടിച്ച ഗേളിന്റെ പേര്? ആദ്യം ക്രഷ് തോന്നിയ ഗേള് എന്താ ചെയ്യാ? ഇവനെ കാണുന്നുണ്ടെങ്കിലോ, വീഡിയോ കാണുന്നുണ്ടെങ്കിലോ? ഗേൾഫ്രണ്ട് കാണുന്നുണ്ടെങ്കിലോ പ്രശ്നവും. കുടുംബകലഹാവും. ഒരു ആൻസർ സാറിന്റെ അടുത്ത് ചോദിക്കാനാണ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ. ഒന്നും പുറത്തിടാൻ പറ്റൂല, അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്നാ ചോദിക്ക് 10 ക്വസ്റ്റ്യൻ വേഗം ചോദിക്ക്. മുളക് തമിഴുണ്ട്. വേഗം ചോദിച്ചോ. ചോദിച്ചോ. എത്ര പ്രപ്പോസൽ വന്നിട്ടുണ്ട്? തിരുവനന്തപുരം വന്നിട്ടുണ്ട്. കല്യാണം എന്നാണ്? കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഈ വർഷം ഉണ്ടോ? ഈ വർഷം ഉണ്ടാവും. ഗേൾഫ്രണ്ടിന്റെ പേര്? കടിച്ചോ? അതൊരു മടി കിട്ടി. എത്ര പേര് ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. നോ.
കറന്റ് പ്രോട്ടോടൈപ്പിന്റെ ഇയർലി റവന്യൂ 30 CR. നിങ്ങളെ സാലറി കടിക്കും കടി 3 സെക്കൻഡ് കഴിഞ്ഞ് കടി സാലറി ആ സിഇഒ എന്നുള്ള നിലക്ക് എത്ര ഡ്രോ ചെയ്യുന്നുണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. പ്രോട്ടോടൈപ്പില് വലം കൈ ആയിട്ട് കണക്കാക്കുന്ന ആരാണ് നിങ്ങള്? 3 സെക്കൻഡ് കഴിഞ്ഞു. കഴിഞ്ഞു കടി. ഇവിടെ നിന്ന് ഇപ്പൊ ഒരു ഹെഡിനെ പറഞ്ഞു വിടണം, ഒരാളുടെ പേര് കഴിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. നല്ല കഴി കടിക്കണം. മതി, ഇത് മതി. 10 സെയിൽസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എംപ്ലോയി അന്തു. അമീൻ ഓർ അനന്തു, ജാഫർ ഓർ അഫ്സൽ. നിഖിൽ സാർ കഴിഞ്ഞിട്ട് അടുത്തൊരു ഫേസ് ഓഫ് പ്രോട്ടോടൈപ്പ് ആയിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണ്? ഒരാളെ നോക്കുന്ന പ്രതീക്ഷയോടെ ടെക്കിലെ ബേസ് ആണ് അത് വേറെ സിഇഒ വരും. ഇറങ്ങുവാണെങ്കിൽ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അത് കഴിവുള്ള ഏതെങ്കിലും സിഇഒമാര് വരും. ഇപ്പൊ ഉള്ള ആരെങ്കിലും? 3 സെക്കൻഡ് കടി. അതായത് സിഇഒ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ ആരെ റീപ്ലേസ് ചെയ്യും? ഫൈസൽ. അല്ല, ഫൈസൽ പറ്റില്ല, അത് പാർട്ണറാണ്. ആ. അതല്ലാതെ വേറെ ഇപ്പൊ ഉള്ള ഇത് കടിക്കുന്നില്ല കേട്ടോ, കടി അഭിനയം അവർ മാത്രമാണ്. തട്ടുന്ന പോലും ഇല്ല. എന്നിട്ട് അതെ. എരിവില്ല പറഞ്ഞാല് എരിവില്ലാത്ത മുളവിനെ എരിവുണ്ടെന്ന് അഭിനയിക്കുന്നു. കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യനും കൂടെ. സെലിബ്രിറ്റി ക്രഷ്. സെലിബ്രിറ്റി ക്രഷ് കേളോ ബോയ്യാ? അല്ല, അത് cut ചെയ്യണം. അയ്യോ, സാറിന് താല്പര്യം താല്പര്യം ഞാൻ നിന്റെ category അല്ല. അതുകൊണ്ട് ഇത് ഒന്നും പറഞ്ഞതാ. പറയണ്ട. സത്യസന്ധത പുറത്തു വന്നു. ഏതാണ് ഇഷ്ടം വെച്ചാൽ പറഞ്ഞു. ഇത് പകരള ലോകമാണ്. ഞാൻ crush ചിന്തിച്ചില്ല. ഗേളോറ് പോയി പറഞ്ഞു. ഏതായാലും കുഴപ്പമില്ല. ഇത് മൊത്തം കട്ട് ചെയ്യാൻ പറയല്ലേ? ഇല്ല, ഇതിന്റെ വേണം. ഇത് കട്ട് ചെയ്യണം. ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യിപ്പിച്ചിറക്കും അത്. എന്തായാലും ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് തമാശയായിട്ടും അല്ലെങ്കിൽ കുറച്ച് AI ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവരൊക്കെ ഓഫീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോർത്തിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഫീസിൽ നടക്കാന്നല്ല, അവരുടെ ലൈഫിൽ എങ്ങനെ ടെക്ക് പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് വേണം എന്നൊക്കെയുള്ള ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് ടെക്ക് മാത്രമായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ള ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടെക്ക് മാത്രം ഉള്ളൊരു ഡിസ്കഷനൊക്കെ വേണമെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഇത് 2025 ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, 2024 ഡിസ്കഷനാണ്. 2027 മിക്കവാറും അലൻ ചിലപ്പോൾ കാർഷിക എന്തെങ്കിലും സംഭവം തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ ചിലപ്പോൾ അവിടെ പോയിട്ടാവും ചിലപ്പോൾ വീഡിയോ ചെയ്യേണ്ടി വരാം. എങ്ങനെ ടെക്ക് കൊണ്ട് കൃഷി ബാക്കിയുള്ള എല്ലാവരും ടെക്കീസ് ആയിട്ടാണ് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ഇന്റർവ്യൂ തന്നെ നടന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, അവരുടെ അടുത്ത അപ്ഗ്രേഡ്സ് കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ എന്തായാലും താങ്ക് യു.